ഇരിങ്ങാലക്കുട നഗരസഭയിലെ വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിൽ വ്യാപക തിരിമറിയാണെന്ന് ബി.ജെ.പി. ആരോപിച്ചു. ബി.ജെ.പി. കൗൺസിലറുടെ പോലും വോട്ട് നീക്കം ചെയ്യുകയും അതേസമയം എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും നേതാക്കൾ നഗരസഭാ പരിധിയിൽ സ്ഥിരതാമസക്കാരില്ലാതിരുന്നിട്ടും പട്ടികയിൽ നിന്നും നീക്കം ചെയ്യാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ലെന്ന് ബി.ജെ.പി. ആരോപിച്ചു. വോട്ടർ പട്ടിക പുനഃക്രമീകരണത്തിലെ വ്യാപക തിരിമറിയിൽ പ്രതിഷേധിച്ച് മുനിസിപ്പൽ ഓഫീസിന് മുൻപിൽ ബി.ജെ.പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധർണ ബി.ജെ.പി. സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ.പി. ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് അധ്യക്ഷത വഹിച്ച ധർണയിൽ മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട്, മണ്ഡലം സെക്രട്ടറി ഷാജൂട്ടൻ, വൈസ് പ്രസിഡന്റ് രമേശ് അയ്യർ, ജില്ലാ സെക്രട്ടറിമാരായ അഖിലാഷ് വിശ്വനാഥൻ, റിമ പ്രകാശൻ, ഒ.ബി.സി. മോർച്ച ജില്ലാ പ്രസിഡന്റ് സെൽവൻ മണക്കാട്ടുപടി, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് ലീന ഗിരീഷ്, ജില്ലാ ജനറൽ സെക്രട്ടറി സിന്ധു സതീഷ് എന്നിവർ പ്രസംഗിച്ചു. അങ്ങനെ കാട്ടൂരും കാരണത്തും ഇരിങ്ങാലക്കുടയിലും പുറത്തുശ്ശേരിയിലുമൊക്കെ യു.ഡി.എഫിന്റെയും എൽ.ഡി.എഫിന്റെയും നേതാക്കന്മാർ ഭരിക്കുന്ന ആ ബാങ്കുകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിലാണ് ഇരിങ്ങാലക്കുട നഗരസഭയുടെ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പില് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച സുരേഷ് ഗോപിക്ക് ഇരിങ്ങാലക്കുട മണ്ഡലത്തിലും ഇരിങ്ങാലക്കുട നഗരസഭയിലും അന്യായമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ട് ലീഡുണ്ടായിരുന്നു. ആ ലീഡിന്റെ പശ്ചാത്തലത്തിൽ ഇവരുടെ അഴിമതി കഥകളൊക്കെ പുറത്തു വന്ന് 90 വർഷമായിട്ട് ഇരിങ്ങാലക്കുട നഗരസഭ ഭരിച്ചുകൊണ്ടിരിക്കുന്ന യു.ഡി.എഫും എൽ.ഡി.എഫും കൂടിയാണ്. കുറെ കാലം യു.ഡി.എഫ് ഭരിച്ചു, കുറച്ചു കാലം എൽ.ഡി.എഫ് ഭരിച്ചു. ഈ എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും അഴിമതി കഥകൾ പുറത്തു വരികയും അതോടൊപ്പം തന്നെ സഹകരണ കൊള്ള നടത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുട മേഖലയിൽ ഉൾപ്പെടെ സാമ്പത്തിക അധപ്പതനത്തിലേക്ക് തള്ളിവിട്ട എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെ നേതാക്കന്മാർ ഇപ്പൊ ഒന്നായിരിക്കുകയാണ്. എന്താ കാരണം? ഭാരതീയ ജനതാ പാർട്ടി ഇരിങ്ങാലക്കുട നഗരസഭ ഇത്തവണ അധികാരത്തിൽ വരും, നഗരസഭയിൽ അധികാരത്തിൽ വരും എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ആ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നിന്ന് പോയ ആളുകളുടെ ഡിവൈഎഫ്ഐയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരായിട്ടുള്ള ആളുകൾ, ഈ നഗരസഭയിൽ നിന്ന് പോയ ആളുകൾ, മറ്റു സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആളുകൾ, ആ ആളുകളുടെ വോട്ട് നിലനിർത്താനും അവരുടെ പ്രവർത്തകർ ഈ നഗരസഭയിൽ നിന്ന് പോയിട്ടുള്ള ആളുകളെ അവരുടെ വോട്ട് നിലനിർത്താനും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ വോട്ട് ചോരി എന്ന് പറയപ്പെടുന്നത്.